ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്നോട് ഒരുപാട് പേര് പേഴ്സണലായിട്ടും അല്ലെങ്കിൽ നമ്മൾ വാട്സപ്പിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെ ഒക്കെ ചോദിക്കാറുള്ളൊരു ചോദ്യമാണ്. ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകളൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതിന് നമ്മൾ എങ്ങനെ പ്രൈസ് ഇടും എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഏത് പ്രൊഡക്റ്റാണോ ചെയ്യുന്നത് ആ പ്രൊഡക്റ്റിന് നമ്മൾ എത്ര യാൺ യൂസ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ യാണിൻ്റെ റേറ്റ് ഏത് യാണാണോ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്, നമുക്ക് ഒരുപാട് വെറൈറ്റി യാൺസ് അവൈലബിൾ ആണ്. ഓരോ അനുസരിച്ചിട്ടുള്ള യാൺസും അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഈ കോട്ടൺ യാൺ ആകുമ്പോൾ റേറ്റും ചേഞ്ച് ആവും, അതുപോലെ നമ്മൾ ആക്രിലിക് യാൺ ആകുമ്പോൾ ആ റേറ്റ് ചേഞ്ച് ആവും. അതിനനുസരിച്ചിട്ട് നമ്മളിങ്ങനെ റേറ്റിനെ നോക്കിയിട്ട് ആ ഒരു റേറ്റ് അവിടെ മാറ്റി വെക്കുക. പിന്നെ ഈ ഒരു വർക്ക് ചെയ്യാൻ നമ്മൾ എത്ര ഡേയ്സ് എടുത്തിട്ടാണ് ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ആക്കിയത് നോക്കുക. ഇപ്പോൾ യാണിൻ്റെ റേറ്റ് മാത്രമല്ല, നമ്മൾ വർക്കിനും കൂടി പ്രൈസ് ഇടണം. അപ്പോൾ നമ്മളിപ്പോൾ യാണിന് ഇപ്പോൾ ഒരു ഡ്രസ്സ് ചെയ്യാനാണെങ്കിൽ ഒരു യാണ് നമുക്കൊരു 300 റുപ്പീസിൻ്റെ യാൺ ആവുകയാണെങ്കിൽ പിന്നെ നമ്മൾ എത്ര ഡേയ്സ് എടുത്തിട്ടാണ് ഇത് ചെയ്തതെന്ന്. അപ്പോൾ ഒരുപാട് ചെറിയൊരു വർക്കാണെങ്കിൽ അത് നമ്മൾ ചെയ്തെടുക്കണമെങ്കിൽ ഇപ്പോൾ ഒരു ഡോളാണെങ്കിൽ ആ ഡോള് നമ്മളൊന്ന് ചെയ്തെടുക്കണമെങ്കിൽ അത് അത്രയും ചിലപ്പോൾ 3, 4, 5 ദിവസം ഇരുന്നിട്ട് ഒരു ഡോളിൻ്റെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത്രയും നമുക്ക് അമിഗുറിമയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളത് ചെയ്ത് ഇങ്ങനെ ഓരോ ഭാഗവും ശ്രദ്ധിച്ച് ചെയ്യണം. ഇപ്പോൾ ഈ ഒരു മെർമെയ്ഡ് ഡ്രസ്സ് ആയാലും ഏത് നമ്മൾ എന്താണോ ചെയ്യുന്നത് ആ ഒരു ഭാഗം നമ്മൾ അത്രയും പെർഫെക്ഷൻ ആയിട്ടാണ് നമ്മൾ ചെയ്യുക. അത്രയും നമ്മൾ എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ ഓരോ വർക്കുകളും ചെയ്യുന്നത്. അപ്പോൾ ആ വർക്കിനൊക്കെ ഉള്ള വാല്യൂ, അപ്പോൾ നിങ്ങളെ വർക്കിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാല്യൂ ഇടുക. ഈ ഹാൻഡ് മെയ്ഡ് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് നമ്മൾ ആരാണോ ചെയ്യുന്നത്, ഏത് വർക്കാണോ ചെയ്യുന്നത് ആ വർക്കിൻ്റെ പ്രൈസ് നമ്മൾ തന്നെയാണ് ഇടേണ്ടത്. അപ്പോൾ ചെറിയ വർക്കാണെങ്കിലും ആ ഒരു ചെറിയ വർക്കുകളിന് നമ്മൾ അത്രയും എഫേർട്ട് എടുത്താലേ നമുക്ക് അതിന് കറക്റ്റ് അതിൻ്റെ പെർഫെക്ഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ വാല്യൂ ഇടേണ്ടത്. എല്ലാവരും നമ്മളിപ്പം ഒരാൾ പ്രൈസ് പറയുമ്പോൾ അധികം ആളുകളും പറയും അത് നൂലുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ലേ, അതിനിപ്പോൾ അതിനകത്തൊന്നും പ്രൈസ് ഉണ്ടോയെന്ന്. പക്ഷേ ആ നൂല് വെച്ച് സാധാരണ കയ്യിലിങ്ങനെ വിട്ട് കുലിക്കാലൊന്നും നമ്മൾ ഈ പ്രൊഡക്റ്റ് ഒന്നും ആവില്ല. അപ്പം ആ ഒരു പ്രൊഡക്റ്റ് ഓരോന്നിനും ഓരോ പാറ്റേൺസും ഓരോ ഇതും നമ്മൾ ഓരോ സ്റ്റിച്ചസും കറക്റ്റ് ചെയ്താലേ ഓരോരോ പാറ്റേൺസ് ആയാലും ഓരോ ഡോളായാലും എന്തായാലും നമ്മൾ ആ ഒരു കറക്റ്റ് പെർഫെക്ഷനോട് കൂടി നമ്മൾ ഇരുന്ന് അത്രയും ടൈം എടുത്ത് ചെയ്താലേ ആ ഓരോ വർക്കുകൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിൻ്റെ വാല്യൂ കാണാത്തവരോട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മൾ അത്ര എഫേർട്ട് എടുത്തിട്ടാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. വെറും ഒരു നൂലിൻ്റെ മാത്രം കാര്യമല്ല, നമ്മളെ ഒരു വർക്കിൻ്റെ നമ്മൾ ചെയ്ത വർക്കിൻ്റെ ഒരു അത്രയും അതിൻ്റെ കൂടി ഒരു വാല്യൂ നിങ്ങൾ ഇതിന് തരണം. അപ്പം പിന്നെ നമ്മൾ ഓരോ വർക്കുകളും നമ്മൾ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഓരോരുത്തരും എത്രയാണോ നമ്മൾ എടുക്കുന്നത്, നമ്മളിപ്പം ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 1 മണിക്കൂറോ അല്ലെങ്കിൽ 2 മണിക്കൂറാവും ഈ ഒരു പ്രൊഡക്റ്റ് ചെയ്യാൻ ഇരിക്കുക. അങ്ങനെ എത്ര ദിവസം ഇരുന്നിട്ടാണ് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് കംപ്ലീറ്റ് ആക്കിയത് നോക്കുക. അതിനനുസരിച്ചിട്ട് നമ്മൾ വാല്യൂ ഇടുക കേട്ടോ. ഈ ഒരു ഹാൻഡ് മെയ്ഡ് പ്രൊഡക്റ്റിന് അത്രയും നല്ല വാല്യൂ ഉണ്ട്. അപ്പം ഇത് ചെയ്യുന്നവർക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും, അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് അവരിത് ചെയ്യുന്നത് എന്നുള്ളത് നോക്കുക. അപ്പോൾ കീ ചെയിൻ ആകുമ്പോൾ അതിൻ്റെ അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ വേണ്ടി വരും. അതുപോലെ അതൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കണം. അതൊക്കെ അതിൽ പ്ലസ് ചെയ്യുക, യാൺ പ്ലസ് ചെയ്യുക. അതുപോലെ നമ്മൾ എന്തൊക്കെ മെറ്റീരിയൽസ് ആണോ അതിൽ വാങ്ങിച്ചിട്ടുള്ളതെന്ന് അത് പ്ലസ് ചെയ്യുക. പിന്നെ അതുപോലെ നമ്മൾ എടുത്തിട്ടുള്ള വർക്കിംഗ് ഹവേഴ്സിന് ഇത്ര ചാർജ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്തിട്ടാണ് നമ്മൾ ഓരോ പ്രൊഡക്റ്റിനും നമ്മൾ മാർക്കറ്റിൻ്റെ പ്രൈസ് നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ കൂട്ടി എടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് പെട്ടെന്നുള്ള എളുപ്പത്തിനായിട്ട് ഞാനൊരു വഴി പറഞ്ഞുതരാം. നമ്മൾ ഏത് പ്രൊഡക്റ്റാണോ ചെയ്തത് ആ ഒരു പ്രൊഡക്റ്റിന് നമ്മൾ എന്ത് ചെയ്യാം, ആ ഒരു ഗൂഗിളിൽ പോയിട്ട് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ആ ഒരു അപ്പോൾ നമുക്ക് കീ ചെയിൻസിൻ്റെ റേറ്റാണ് അറിയണ്ടെങ്കിൽ, പ്രൈസാണ് അറിയണ്ടെങ്കിൽ നമ്മളൊന്ന് ഗൂഗിളിൽ പോവുക. എന്നിട്ട് നമ്മൾ ക്രോഷറ്റ് കീ ചെയിൻ എന്നൊന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ അതിലിങ്ങനെ നമുക്ക് ഒരുപാട് സൈറ്റിലത്തെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. എന്നിട്ട് നമ്മൾ ഏത് വർക്കാണോ ചെയ്യുന്നത് ആ ഒരു വർക്കിന് ഈ ഒരു ഇതിൽ സൈറ്റിൽ എത്രയാണോ ചാർജ് വരുന്നതെന്ന് നോക്കുക. ആ ഒരു ചാർജ് നമ്മൾ ചെയ്ത പ്രൊഡക്റ്റിന് ഇപ്പോൾ സൈറ്റിൽ വരുന്നത് ഒരു 250 രൂപ 200 രൂപ ആ ഒരു രീതിക്കാണ്. നമ്മൾ അതിൽ നിന്ന് കുറച്ച് ഒരു 20 രൂപ 30 രൂപ കുറച്ചിട്ട് നമുക്ക് സെയിൽ ചെയ്യാം. അപ്പോൾ നമ്മൾ എന്താവും, നമുക്ക് കസ്റ്റമേഴ്സിന് കിട്ടും. പിന്നെ ഈ റേറ്റ് തന്നെ നമ്മൾ സെയിൽ ചെയ്താലും നമുക്ക് കസ്റ്റമേഴ്സിനെ കിട്ടും കേട്ടോ. പക്ഷേ നമുക്ക് ഫസ്റ്റ് നമ്മൾ ബിഗിനറൊക്കെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ചൊരു റേറ്റ് കുറച്ചിട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ ഓരോ വർക്കിനും ഏത് വർക്കാണോ നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു വർക്കിന് നമ്മൾ
സൈഡിൽ അടിച്ചു കൊടുക്കുക. ഇതുപോലെ ഹെഡ് ബാൻഡ് ആണെങ്കിൽ ഹെഡ് ബാൻഡ് അടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതിൽ നിന്ന് ജസ്റ്റ് ഒരു 20 രൂപ 30 രൂപ കുറച്ചിട്ട് നമുക്ക് കൊടുക്കുമ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സിന് നമുക്ക് കിട്ടും. അതെല്ലാം നിങ്ങൾക്ക് ആ റേറ്റിൽ തന്നെ കൊടുക്കണമെങ്കിൽ നമുക്കൊരു ഫ്രോക്ക് ഐറ്റംസ് ആണെങ്കിൽ അതുപോലെ നമ്മൾ ഫ്രോക്ക് നിന്ന് അടിച്ചു കൊടുക്കുക. ക്രോഷറ്റ് ഫ്രോക്ക് പ്രൈസ് ഇൻ ഇന്ത്യ എന്നൊക്കെ അടിച്ചു കൊടുക്കുകയാണ്. ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യ എന്ന് അടിച്ചു കൊടുക്കുക. അതെല്ലാം നമ്മൾ വേറെ ഏതേ രാജ്യത്താണെങ്കിൽ അവിടുത്തെ പ്രൈസ് അറിയണമെങ്കിൽ അങ്ങനെ അടിച്ചു കൊടുക്കുക. അങ്ങനെയൊക്കെ അടിച്ചു കൊടുക്കുമ്പോൾ ഓരോ പ്രൈസും നമുക്ക് ഇങ്ങനെ വരും. അപ്പോൾ അതിൽ നോക്കിയിട്ട് നമുക്ക് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള യാണിൻ്റെയും അതുപോലെ നമ്മളെ മെറ്റീരിയൽസൊക്കെ ആഡ് ചെയ്തിട്ട് ഏകദേശം ഒരു റേറ്റ് നമ്മൾ അധികം റേറ്റും വെക്കരുത്, അധികം കുറയും ചെയ്ത് ആ ഒരു റേറ്റ് നോക്കിയിട്ട് നമുക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ക്രോഷേയുടെ ഏത് പ്രൊഡക്റ്റും നിങ്ങൾക്ക് ആ ഒരു സൈറ്റിൽ അടിച്ചു കൊടുത്താൽ അതിൻ്റെ പ്രൊഡക്റ്റ് കറക്റ്റ് അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. പിന്നെ മറ്റുള്ളവരോട് ചോദിച്ചാൽ എന്തായാലും അവർ ഈ കാര്യങ്ങളൊന്നും നമുക്ക് പറഞ്ഞു തരില്ല. അപ്പോൾ നമ്മൾ ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല, നേരെ സൈറ്റിൽ പോയാൽ മതി. ഇങ്ങനെയാണ് ഞാൻ അധികം എൻ്റെ ഡ്രസ്സിനൊക്കെ പ്രൈസ് ഇടാറ്. പിന്നെ ഇപ്പോൾ എൻ്റെ ഡ്രസ്സിൻ്റെ പ്രൈസ് അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാനിപ്പം ഒരു ഫ്രോക്ക് സെറ്റ് ഫുൾ സെറ്റ് കൊടുക്കുന്നത് 1500 റുപ്പീസിനാണ്. അതിൽ നമ്മൾ ഷൂസും ഹെഡ് ബാൻഡും അതുപോലെ ഫ്രോക്ക് ആണെങ്കിൽ ഫ്രോക്ക്, റോംബർ ആണെങ്കിൽ റോംബർ ആ ഒരു റേഞ്ചിലാണ് ഞാൻ കൊടുക്കുന്നത്. അതിപ്പോൾ നിങ്ങൾക്ക് കൂടുതലാണെങ്കിൽ അതിൽ കുറച്ച് കൊടുക്കുക, അല്ലെങ്കിൽ കൂടുതൽ വേണമെങ്കിൽ കൂടുതലും. നമ്മളെ ഒരുപാട് എൻ്റെ ഫ്രണ്ട്സുകളായാലും നമ്മൾ ഇൻസ്റ്റയിലൊക്കെ നമുക്ക് സെർച്ച് ചെയ്താൽ ഈ ഒരു ഡ്രസ്സിനായാലും ഒക്കെ അവർ അധികം റേറ്റ് കൂടി വാങ്ങുന്നവരുണ്ട്, റേറ്റ് കുറച്ച് വാങ്ങുന്നവരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പ്രീമിയം കസ്റ്റമേഴ്സിനാണ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് റേറ്റ് ഇടാം. അതെല്ലാം നമുക്ക് ഓർഡേഴ്സ് കുറേ വേണം, അപ്പം റേറ്റ് കുറച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഒരുപാട് ഓർഡേഴ്സ് കിട്ടും. അങ്ങനെയൊക്കെയാണ് നമ്മൾ നോക്കിയിട്ടാണ്, കസ്റ്റമേഴ്സിനെ നോക്കിയിട്ടാണ് നമ്മൾ അധികം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ പ്രൊഡക്റ്റാണ്, നിങ്ങളുടെ പ്രൊഡക്റ്റ് നിങ്ങൾ ഉണ്ടാക്കിയ പ്രൊഡക്റ്റാണ്, അതിൻ്റെ റേറ്റ് നിങ്ങൾ തന്നെ ഇടുക. പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു ഗൂഗിളിൽ നോക്കിയിട്ടുള്ള ടിപ്സൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ നമ്മളെ പ്രൊഡക്റ്റിന് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പം ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോസിനായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഒരുപാട് എനിക്ക് കമൻസിലൂടെയും അതുപോലെ പേഴ്സണലായിട്ട് മെസ്സേജസ് വരാറുണ്ട് ഓരോ വീഡിയോസ് ചെയ്യുമോ ചോദിച്ചിട്ട്. അപ്പോൾ നിങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ എപ്പോഴെങ്കിലും എനിക്ക് കസ്റ്റമർ ഓർഡർ തരികയാണെങ്കിൽ എനിക്ക് ഓർഡർ കിട്ടുമ്പോഴാണ് ഞാൻ ഓരോ വർക്കുകളും ചെയ്തിട്ട് അപ്പോഴാണ് ഞാനത് വീഡിയോ ആയിട്ട് എടുക്കാറ്. അല്ലാതെ ഞാൻ വെറുതെ വീഡിയോസ് എടുത്ത് വെക്കാറില്ല. അപ്പോൾ നമ്മൾ ആ പ്രൊഡക്റ്റ് അവിടെ കിടക്കും. ഈ ഒരു ക്രോഷേ ചെയ്യുന്നവർക്കറിയാം, നമ്മൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ചെയ്താൽ പിന്നെ ആ ഒരു പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ നമ്മൾ കസ്റ്റമർ ഉള്ളപ്പോഴേ കസ്റ്റമർ ചോദിക്കുന്ന പ്രൊഡക്റ്റേ ഞാൻ ചെയ്ത് വെക്കാറുള്ളൂ. അപ്പോൾ എപ്പോഴായാലും നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ആ ഒരു എന്തെങ്കിലും ഒരു ഓർഡർ കിട്ടുകയാണെങ്കിൽ എന്തായാലും ഞാൻ ആ ഒരുപാട് വീഡിയോസ് ചെയ്യാൻ റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. സ്ലീവ് വെച്ചിട്ടുള്ള ഡ്രസ്സ് ചെയ്യാനൊക്കെ റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. അതൊക്കെ ഞാൻ ചെയ്യും. എന്തായാലും എനിക്ക് ആ ഒരു ഓർഡർ കിട്ടുമ്പോൾ ഞാൻ എന്തായാലും വീഡിയോ എടുത്തിട്ട് നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക, നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഓരോ കമൻറ്റും നമുക്ക് വിലപ്പെട്ടതാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സബ്സ്ക്രൈബിങ്.